ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. ഇപ്പോൾ നമ്മളുള്ളത് മുംബൈയിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. ഒരു വിൻറ്റേജ് കാറിൻ്റെ ഷോയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഫുൾ വിൻറ്റേജ് കാർസും ആൻഡ് വിൻറ്റേജ് ബൈക്സുമാണ്. 150ഓളം ടൈപ്സ് ഓഫ് കാർസ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി. ഇതൊരു മസ്ത ആണ്. 1993 MX-5 മസ്ത. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം വിൻറ്റേജ് കളക്ഷനാണ് ഉള്ളത്. ഇത് 93 മോഡലാണ്. അടുത്തത് വന്ന് ഹോണ്ട CRX ആണ്. നല്ല അടിപൊളി കളറാണ്. കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. എനിക്ക് വിൻറ്റേജിനോട് ഭയങ്കര ഇഷ്ടമാണ്, വിൻറ്റേജ് കാർസിനോട്. ഇത് സുപ്ര, ടൊയോട്ടയുടെ സുപ്ര ആണ്. പക്ഷേ ഇത് 1999 മോഡലാണ്. ഒരു അടിപൊളി വണ്ടിയാണ് ടൊയോട്ടയുടെ. പക്ഷേ വിൻറ്റേജ് കാറിൻ്റെ ആ ഒരു ലുക്ക്, പഴയ മോഡൽസ്, അതിൻ്റെ ആ ബ്യൂട്ടി ഇപ്പോൾ ഒരു വണ്ടിയിലും ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇംപാല, ഷെവർലയുടെ ഇംപാലാണ്. 1969 മോഡലാണിത്. ഇതെന്തോ അവിടെ അതിൻ്റെ ചെറിയ പണി എന്തോ ഉണ്ടായിരുന്നു, അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോഴും പുതിയ വണ്ടി തോറ്റുപോകും ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ. എന്ത് അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇത് പിന്നെ 1933 ഓസ്റ്റിൻ. ഇത് 1955 ഡോഡ്ജ്. എന്തായാലും എൻ്റെ കളറും ആ ഗ്ലേസിങ്ങും ഒക്കെ കണ്ടാൽ തന്നെ കൊതി വരും. ഇതും 1955 ഡോഡ്ജ് തന്നെയാണ്. ഇത് വന്ന് 1955 ഡോഡ്ജ് കിങ്സ്വേ. ഇതും ഓണറിൻ്റെ പേരാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക, ഒരു സൂപ്പർ കാസാണ്, നല്ല കൂൾ കാസ്. ഇത് 85 BMW 325E. ഇത് വന്ന് 62 മെർസിഡസ് 190. എന്താല്ലേ ലുക്ക്, നല്ല ക്ലാസി ലുക്കല്ലേ. ഇത് 1949 കാഡിലാക് കൺവേർട്ടബിൾ ആണ്. ഇത് വന്ന് 1939 മോറിസ് 8. ഇതും കൺവേർട്ടബിൾ ആണ്. ഇത് നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പഴയ ഇത് BMW മുംബൈയുടെ ആണ്. ഇത് വന്ന് 1947 ഓസ്റ്റിൻ 10. എന്തായാലും കളർ നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ്. കണ്ടാൽ തന്നെ കൊതി വരും. ഇതുപോലൊക്കെ ഒരു കാറ് മേടിച്ചിടാനൊക്കെ പറ്റിയിരുന്നില്ല. ആഹാ, എന്തായിരുന്നു. ഇത് വന്ന് 47 ഫോർഡ് പൈലറ്റ് ആണ്. എന്താ ലുക്കല്ലേ. എന്താ പറയുക, ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ എനിക്ക് വിൻറ്റേജ് കാസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പുതിയ കാസിനോടൊന്നും അത്ര താല്പര്യമില്ല, പക്ഷേ വിൻറ്റേജ് അടിപൊളിയാണ്. ഇത് വന്ന് 1954 ഡോഡ്ജ് തന്നെയാണ്. പിന്നെ അംബാസിഡർ എല്ലാവർക്കും അറിയുമല്ലോ. മോസ്റ്റ്ലി ഒരു 90s-ൻ്റെ 80s-ൻ്റെ കിഡ്സിനൊക്കെ അറിയാവുന്ന വണ്ടിയാണ് അംബാസിഡർ. ഇത് 61 മോഡലാണ്. നമ്മുടെ പഴയ മലയാളം മൂവീസിലൊക്കെ കാണാൻ പറ്റും ഈ വണ്ടിയൊക്കെ. നല്ല ബ്ലൂ കളറായിട്ട് അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് ഇതൊക്കെ. അടുത്ത വന്ന് 1965 MGB റോഡ്സ്റ്റർ. ഇതൊരു സ്പോർട്സ് കാർ മോഡലാണ്.
ഇതും ഒരു കൺവേർട്ടബിളാന്ന് തോന്നുന്നു. എനിക്കതിൻ്റെ വലിയ ഡീറ്റെയിൽസ് അറിയില്ല. എന്നാലും അറിയുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. ഇത് 1949 ബ്യൂക്ക് സൂപ്പർ. ഇതൊരു 4 ഡോർ സിഡാൻ കാറാണ്. ഇതൊക്കെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയും ഇതൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഈ വണ്ടികൾക്കൊക്കെ കോടികളുടെ വിലയാണുള്ളത്. അതാണ് ഏറ്റവും രസം. നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലെയൊക്കെ എന്താ പറയുക, നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണിത്. ഇത് JK ടയേഴ്സ് സ്പോൺസർ ചെയ്ത് നടത്തുന്ന ഒരു വിൻറ്റേജ് കാറിൻ്റെ ഷോ ആണ്. ഏകദേശം മൂന്ന് ദിവസം എന്തോ ഉണ്ട് ഇത്. നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആണ് വന്നിരിക്കുന്നത്. ഒരു 3-4 സെക്ഷനായിട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ ടൂ വീലേഴ്സിൻ്റെയും ഒരുപാട് കളക്ഷനുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നും പേര് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോസ് ചെയ്താൽ അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പേരുള്ള വണ്ടികളുടെയൊക്കെ ഞാൻ ഡീറ്റെയിൽസും വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്കും ചെറിയ ഡൈക്കാസ് മോഡൽസിൻ്റെ വിൻറ്റേജിൻ്റെ ഒരു കളക്ഷനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ ചെറിയ കളക്ഷൻ. ഇതുപോലത്തെ വലിയ വണ്ടികളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കോടികളുടെ വിലയുള്ള വണ്ടികളാണ്. നമുക്കതൊന്നും വാങ്ങാൻ പറ്റില്ല. സോ ചെറിയ മോഡൽസ് എൻ്റെ കയ്യിലുണ്ട്. ഡൈക്കാസ് മോഡൽസ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇത് വന്ന് MGയുടെ 1950-ലുള്ളൊരു മോഡലാണ്.
ഇതെല്ലാം ഇവർ ഈ ഷോസ് നടത്തുമ്പോൾ അവിടെ കിട്ടുന്ന അവാർഡ്സാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ പല വണ്ടിയുടെ ഫ്രണ്ടിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വണ്ടിയുടെ ഒരു രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വണ്ടിയെ പ്രത്യേകമായിട്ട് അവർ ഓണർ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ലാൽപരി എന്നാണ്. ലാൽപരി മീൻസ് റെഡ് ഏഞ്ചൽ. ഈ വണ്ടി ഉപയോഗിച്ച് അവർ ഓൾമോസ്റ്റ് ഒരുപാട് കൺട്രീസ് ചുറ്റിയിട്ടുണ്ട്. വിൻറ്റേജ് കാർ ആണെങ്കിലും സ്റ്റിൽ റണ്ണിങ് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അതുപോലെ തന്നെയാണ്. ഈ വൈറ്റ് കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുമായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാരുതി 800 ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരുപാടുണ്ടായിരുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ കാറൊക്കെ കണ്ട് വരുമ്പോഴാണ് ഈ ആൻറ്റി ഇവിടെ ഇരുന്ന് ഈ പടം വരയ്ക്കുന്നത് കണ്ടത്. ഭയങ്കര രസം തോന്നി. അതായത് അവിടെ കിടക്കുന്ന ആ കാറിൻ്റെയാണ് ലൈവായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. എത്ര ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓരോരുത്തരുടെ പാഷൻ എന്താ അല്ലേ. ഇത് വന്ന് വോക്സ് വാഗണിൻ്റെ T1 ബസ്സാണ്. 1974 മോഡലാണ്.
ഇവിടെ ഞാൻ കണ്ടൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ പബ്ലിക് വന്ന് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഷോ. എന്തെന്ന് വെച്ചാൽ വണ്ടിയിൽ വന്ന് തൊടുകയും വണ്ടിയിൽ കയറിയിരിക്കുകയും സെൽഫി എടുക്കുകയും ഇതൊക്കെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലൊരു ഷോയിൽ വരുമ്പോഴാണ്. ഇതിൻ്റെ ഓണേഴ്സ് ആ ഷോയുടെ സ്പോൺസേഴ്സിനെ വിശ്വസിച്ചാണ് ഈ വണ്ടി ഏൽപ്പിക്കുന്നത് തന്നെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ സെൽഫി എടുക്കുക മെയിൻ ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ പബ്ലിക്കിന് സെൽഫി എടുക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. ഫോട്ടോ എടുത്തോളൂ, നിങ്ങൾ വീഡിയോ എടുത്തോളൂ, എൻജോയ് ചെയ്തോളൂ. അത് കണ്ട് എൻജോയ് ചെയ്യുക. അത് തൊടുകയും അങ്ങനെ ഒന്നും ചെയ്യാതെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ മിറേഴ്സിലും ഇത് ഫിംഗർ പ്രിൻറ്റ്സും അതൊന്നും നമുക്ക് എന്താ അവോയ്ഡ് ചെയ്തിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി വരണം പബ്ലിക്കിന്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീലായി. കോടികളുടെ വിലയുള്ള വണ്ടികളാണ് ഇതൊക്കെ. അവർ ഇതുപോലെ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഗ്യാരേജിൽ കിടക്കുമ്പോൾ നമുക്കിതൊന്നും പോയി കാണാൻ പറ്റില്ല. ഇതുപോലുള്ള ഷോയ്ക്ക് വരുമ്പോൾ നമ്മൾ ശരിയായിട്ട് ബിഹേവ് ചെയ്താലേ ഇൻ ഫ്യൂച്ചറിൽ ഇതുപോലെ ഷോ അവർക്കും നടത്താൻ തോന്നുള്ളൂ. ചെറിയൊരു പിള്ളേരൊക്കെ വണ്ടിയിൽ കയറിയിരിക്കുകയും വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പേരൻസും ഒന്നും തന്നെ പറയുന്നില്ല. അവർ പിള്ളേരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നമ്മളല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത് കൂട്ടുകാര്യങ്ങളൊക്കെ. പക്ഷേ പേരൻസ് അതൊന്നും വാ തുറക്കാതെ എല്ലാം നോക്കിക്കണ്ടും അവരും അവരെ എൻകറേജ് ചെയ്യാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയും. അതിൽ കയറിയിരിക്കുന്ന പെട്ടെന്ന് ആ ചാൻസ് കൊണ്ട് അവർ ഫോട്ടോ എടുക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അതിന് പകരം പറയുകയല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ തൊടുകയും നശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നേ ഇല്ല. അവർ അത് എന്താ പറയുക എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണ് പിള്ളേർക്ക്. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ശരിക്കും. നമ്മളാണ് നമ്മുടെ എന്താ പറയുക ഇത് കൂട്ട് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു സ്വഭാവമായി കഴിഞ്ഞു. ഈ സെൽഫിയും എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ എന്ത് കണ്ടാലും ഒന്ന് തൊട്ട് നോക്കണം. അത് നമ്മുടെ ഒരു ഹാബിറ്റാണ്. ഇത് വന്ന് 1927 മോഡലാണ്. റോൾസ് റോയ്സിൻ്റെ 20 HP വണ്ടിയാണ്. ഇതൊരു 1937 മോഡലാണ്. അതിൻ്റെ അടുത്ത് കിടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ വണ്ടി. 1904 മോഡലാണ് റാംബ്ലർ. 7 HP വണ്ടിയാണിത്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. എന്താ ഭംഗിയല്ലേ ഇത് കാണാൻ. ഇതൊക്കെ നമ്മൾക്ക് പഴയ ഇംഗ്ലീഷ് മൂവീസിലും പിന്നെ ഏകദേശം ബ്രിട്ടീഷിൻ്റെ അണ്ടറിലിരുന്ന ആ ടൈമിലുള്ള മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് കൂട്ട് വണ്ടികളൊക്കെ. എന്താ അടിപൊളിയല്ലേ ഇതൊക്കെ. ആ കളറും വണ്ടിയുടെ ഓരോ ഡീറ്റെയിലിങ്ങും ആ ഹെഡ്ലൈറ്റൊക്കെ പണ്ടത്തെ മൂവീസിലൊക്കെ കാണാൻ പറ്റും. വിളക്കൊക്കെ കത്തിച്ചാണ് ഹെഡ്ലൈറ്റിൽ വെക്കുക വെളിച്ചത്തിന് വേണ്ടി. ഇത് വന്ന് നാഷ് മെട്രോപൊളിറ്റൻ. ഇതൊക്കെ ഒരുപാട് റെയറായിട്ടുള്ള വണ്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വേറെ വിൻറ്റേജ് ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഈ വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ബെൻസിൻ്റെ ഒരുപാട് പഴയ മോഡൽസ് ഉണ്ടായിരുന്നു. ബീറ്റലിൻ്റെ ഒരുപാട് പഴയ മോഡൽ ഉണ്ടായിരുന്നു. ഇത് ഏത് ഇയറാണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബീറ്റലിൻ്റെ ഒരുപാട് കളക്ഷൻസ് 65, 75 ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു ഇയറിൻ്റെ. പിന്നെ വോക്സ്വാഗണിൻ്റെ 2 ബസ് ഉണ്ടായിരുന്നു. ഇതൊരു ബസ്സാണ് ഇവിടെ കിടക്കുന്നത്, ഗ്രീൻ കളർ. ഇത് ബീറ്റലാണ്. എന്താ ഭംഗിയില്ലേ ഇതിനൊക്കെ. 63 മോഡൽ വോക്സ്വാഗണിൻ്റെ ബീറ്റലാണിത്. ഇതും വോക്സ്വാഗണിൻ്റെ ബസ്സാണ്, 78 മോഡൽ. ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. നല്ല രസമാണ്. ഇതൊക്കെ ഇവർക്ക് കിട്ടിയ ഓരോ ഷോയിൽ കിട്ടിയ അവാർഡ്സാണ്. സൗത്ത് ഇന്ത്യ ഉണ്ട്, ഒരുപാട് രാജസ്ഥാനിൻ്റെ ഉണ്ട്, റോഡ് ഷോ
ചെയ്യുമല്ലോ, അതിൻ്റെയൊക്കെ അവാർഡ്സാണ്. ഇവിടെ നിന്നാണ് വിൻറ്റേജ് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻ തുടങ്ങുന്നത്. ഇത് പ്രിയ ബജാജാണ്. 87 മോഡലാണിത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്കൂട്ടറിൻ്റെ. പ്രിയ ബജാജൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരു 87, 88, 89 ആ മോഡലാണ്. ഇവിടെ ഈ ബ്ലൂ വരെ ഉള്ളതാണ്. ഈ റെഡ് വന്ന് ലാംബി അറിയുമല്ലോ എല്ലാവർക്കും. 84 മോഡലാണത്. ഇത് തിരിച്ചും പ്രിയ ബജാജിൻ്റെ തന്നെയാണ്. പിന്നെ ബജാജിൻ്റെ ചേതക്, ഇത് ചേതക്കാണ്. അച്ഛൻ്റെ സ്കൂട്ടർ ഒരു ബജാജിൻ്റെ ചേതക്കായിരുന്നു. ഇപ്പോഴും എനിക്ക് അതിൻ്റെ നമ്പർ വരെ ഓർമ്മയുണ്ട്. നല്ല ബ്ലൂ കളറിലുള്ളൊരു വണ്ടി, KRO 3329 എന്ന് പറഞ്ഞ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആ വണ്ടിയിലായിരുന്നു. അച്ഛൻ ഡെയിലി സ്കൂളിൽ കൊണ്ടുവിടും എന്നെ അനിയനെയും. ഇത് ബാക്കി വെസ്പ, ബാക്കി കളക്ഷൻസൊക്കെ. ടു വീലറിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ മോട്ടോർ സൈക്കിളാണ്. BSAയുടെ നമ്മൾ സൈക്കിൾ കേട്ടിട്ടുണ്ട്. ഇത് മോട്ടോർ സൈക്കിൾസാണ് BSAയുടെ. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 1955യുടെ BSAയുടെ ഒരു മോട്ടോർ സൈക്കിളാണ്. BSAയുടെ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് BSAയുടെ സൈക്കിൾ അറിയുള്ളൂ. പണ്ടത്തെ BSA SLR സൈക്കിൾ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും, അതേ അറിയുള്ളൂ. ഇത് BMWൻ്റെ ഒരു ബൈക്കാണ്.
നമ്മുടെ വിൻറ്റേജ് കാറിൻ്റെ ഷോ ഒക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മളുള്ളത് CST സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നല്ല തിരക്കുണ്ട് ആസ് യൂഷ്വൽ. സാറ്റർഡേ ഉണ്ട്, ചോദിക്കേ വേണ്ട. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.